ഹലോ നമസ്കാരം, എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും അല്ലേ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാണാത്ത തീരങ്ങൾ എന്ന നോവലാണ്. അതിൻ്റെ 4ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നോവലിലേക്ക് പോയാലോ. സന്ദീപ് ചിരിച്ചു. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ പലതുണ്ട് മണ്ണിൽ മനസ്സിൽ. പല്ലവി പൂരിപ്പിച്ചിട്ട് രാശ്രീ ചിരിച്ചു. ഹായ്, അമ്മയ്ക്ക് സന്തോഷമായല്ലോ. എന്നാലും നിൻ്റെ കോൺഫിഡൻസ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ കുട്ടി വേണ്ടാന്ന് പറഞ്ഞിട്ട് പോലും അമ്മ വിചാരിക്കുന്ന പോലെയല്ല അമ്മേ. ഞാൻ ആ കുട്ടിയെ ഒരു പാസിങ്ങിനിടയിൽ കണ്ടുമുട്ടിയതൊന്നുമല്ല. ആരോ ചൂണ്ടിക്കാണിച്ചതെന്ന പോലെയാണ് ഇതാ നിൽക്കുന്നു നിൻ്റെ പെണ്ണെന്ന്. അങ്ങനൊരു ഫീലായിരുന്നു. അത് ശരിയാണോ എന്ന് നോക്കണ്ടേ. പിന്നെ അവൾ നോ പറഞ്ഞത്, അങ്ങനത്തെ അനേകം നോകൾ പിന്നീട് എസ്സുകളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. വേറെ ആരോടും പറയണ്ട, അവർ കളിയാക്കും. ശരി, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എൻ്റെ 6th സെൻസും എക്സ്പെക്റ്റേഷൻസും ഒക്കെ നിൻ്റെ പട്ടിണി ഞാനും കൂട്ട്. രാശ്രീ ചിരിച്ചു. അധ്യായം 4. തോരാത്ത മഴ. രാത്രി മുഴുവൻ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. നേരം പുലർന്നിട്ടും മഴയ്ക്ക് ശമനമില്ല. ടി വിയിൽ വെള്ളപ്പൊക്കത്തെക്കുറിച്ചും ഉരുൾപൊട്ടലിനെക്കുറിച്ചൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. രാശ്രീ കുറച്ച് സമയം TV കണ്ടിട്ട് പറഞ്ഞു, എല്ലായിടത്തും ന്യൂസിൽ മഴയും ഉരുൾപൊട്ടലും ഒക്കെയാണ്. മഴയാണെങ്കിൽ തോരുന്നുമില്ല. ഇപ്രാവശ്യം എന്തെങ്കിലുമൊക്കെ നടക്കുന്ന ലക്ഷണം. എന്ത് നടക്കാനമ്മേ? നന്ദന ചോദിച്ചു. നീ കാണുന്നില്ലേ മഴ? ഇതൊക്കെ എല്ലാ വർഷത്തിലും ഉള്ളതല്ലേ. ഇതെല്ലാ വർഷത്തെയും പോലെ അല്ല. വൈകുന്നേരം 6 മണിയോടെ ജയദേവൻ നമ്പ്യാർ കാറോടിച്ച് എത്തി. കാറിലായിരുന്നിട്ട് നനഞ്ഞ മനുഷ്യനെ പോലെയാണ് വീടിനുള്ളിലേക്ക് കയറി വന്നത്. ദേവേട്ടൻ മഴ നനഞ്ഞോ എന്ന് രാശ്രീ ചോദിക്കുകയും ചെയ്തു. കുട ചൂടിക്കൊണ്ട് കാറിലോട്ട് വന്നത്. കുടമടക്കി ഡോറടയ്ക്കുമ്പോഴേക്കും നനഞ്ഞു. എന്തുമാതിരി മഴയത്. ജയദേവൻ നമ്പ്യാരുടെ തലയിലും വസ്ത്രങ്ങളൊക്കെ നനവുണ്ടായിരുന്നു. വേഗം വന്ന് ടവലെടുത്ത് തല തുടക്കി രാശ്രീ നിർദ്ദേശിച്ചു. ഭർത്താവിൻ്റെ കൂടെ രാശ്രീ ബെഡ്റൂമിലേക്ക് കയറിപ്പോയി. നന്ദനയ്ക്ക് ഇതിനിടയിൽ ഒരു കോൾ വന്നു. സന്ദീപ് പത്രം ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ്. അയാൾക്ക് അമ്മയോട് സംസാരിക്കണം. നന്ദന ഫോൺ കൊണ്ടുപോയി അമ്മയുടെ കയ്യിൽ കൊടുത്തു. എന്താ മോനെ? രാശ്രീ തിരക്കി. ഞങ്ങൾ ചിലപ്പോൾ രാത്രി ഇടുക്കിക്ക് പോവും. എന്തിന്? എന്താ കാര്യം? അവിടെ ഭയങ്കര മഴയും ഉരുൾപൊട്ടലും. റിപ്പോർട്ടിങ്ങിന് വേണ്ടി ഞങ്ങളുടെ ഒരു ടീം രാത്രിയിൽ തന്നെ യാത്രയാവാണ്. വേണ്ട, ഈ അടഞ്ഞ മഴയത്ത് ദൂരോട്ടൊന്നും പോകണ്ട. അമ്മ ഞാൻ ഒറ്റയ്ക്കല്ല, ഒരു ടീമുണ്ട്. കമ്പനിയുടെ വാഹനമുണ്ട്. രാവിലെ ഉരുൾപൊട്ടലൊക്കെ റിപ്പോർട്ട് ചെയ്യണം, ഫോട്ടോ എടുക്കണം. വൈകിയാൽ ചിലപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. റോഡിലൊക്കെ മണ്ണിടിച്ചിലാകും. അതുകൊണ്ടാണ് പറഞ്ഞത് രാത്രി പോകണ്ടെന്ന്. ഇപ്പോൾ ഞാൻ TV യിൽ കണ്ടതേ ഉള്ളൂ. ഇടുക്കിയിലേക്ക് രാത്രി യാത്ര ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പ്. പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഞാൻ അച്ഛന് കൊടുക്കാം, നീ സംസാരിക്കും. അച്ഛനെത്തിയോ? അവിടെ ഉണ്ട്. അച്ഛനെ ഞാൻ വിളിച്ചോളാം. എന്തിനാ വേറെ വിളിക്കുന്നത്? ഇപ്പം തന്നെ സംസാരിച്ചോ. ഹോൾഡ് ചെയ്യ്. രാശ്രീ ഫോൺ ജയദേവൻ നമ്പ്യാർക്ക് കൈമാറി. ഹലോ. ജയദേവൻ വിളിച്ചു. ഹലോ അച്ഛാ. അച്ഛനെങ്ങനെ പോയി ഈ വലിയ മഴയത്ത്? കാർ ഓടിച്ച് വന്നു. നീ ഇടുക്കിയിലോട്ട് രാത്രി പോകണ്ട, 4 നേരം വിളിച്ചിട്ട് പോയാൽ മതി. കേട്ടല്ലോ അച്ഛാ, ഇത് എഡിറ്റോറിയം വിങ്ങിൻ്റെ ഡിസിഷനാണ്. നമുക്ക് പിന്മാറാൻ പറ്റില്ല. പിന്മാറിയാലെന്താ? നിൻ്റെ ജോലി പോവോ? അങ്ങനെയാണെങ്കിൽ അതങ്ങ് പോട്ടെ, നമുക്ക് വേറെ നോക്കാം. അതാ ഞാൻ അമ്മയുടെ കയ്യിലോട്ട് ഫോൺ കൊടുക്കാം. ജയദേവൻ നമ്പ്യാർ വിധി പ്രസ്താവിച്ചു. ഫോണ് കാതോടെ ചേർത്ത് പിടിച്ച് ഒരു ഹല പറഞ്ഞു. പക്ഷെ മറുവശത്ത് ആരും ഉണ്ടായിരുന്നില്ല. കോള് കട്ടായിരുന്നു. രാശ്രീ പിന്നെ വിളിക്കാനൊന്നും മെനക്കെട്ടില്ല. ഇനി സന്ദീപ് പോകില്ലെന്ന് രാശ്രീക്ക് ഉറപ്പായിരുന്നു. അച്ഛൻ വരയ്ക്കുന്ന വരയ്ക്കപ്പുറത്തേക്ക് 1 ഇഞ്ച് പോലും കടക്കാൻ മക്കൾക്കാർക്കും ഇന്നേ വരെ ധൈര്യം വന്നിട്ടില്ല. രാത്രി 1 മണിയോടെ സന്ദീപ് വീട്ടിലെത്തി. അച്ചടിച്ച പ്രഭാത ദിനപത്രം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. പതിവ് പോലെ ഒന്ന് മയങ്ങി എണീറ്റ് രാശ്രീ വാതിൽ തുറന്ന്, നീ നനഞ്ഞോ? സിറ്റൗട്ടിൽ നനഞ്ഞു ചുരുങ്ങിക്കിടന്ന സന്ദീപിനോട് അവർ ചോദിച്ചു. ഇതാ അമ്മയെ പത്രം പിടിക്കും. നനവ് പറ്റിയ പത്രം രാശ്രീ വാങ്ങി. മുറ്റത്ത് വെള്ളം കെട്ടിയല്ലോ. പാദം മൂടാനുള്ള വെള്ളമുണ്ട്. ഒഴുകിപ്പോവാനുള്ള ഓവ് കരിയിലയും പൊടിയും ചെന്ന് അടഞ്ഞതുകൊണ്ടാണ്. രാവിലെ നോക്കാം. എന്തൊരു മഴയമ്മേ. എവിടെയെങ്കിലുമൊക്കെ ഭയങ്കര ദുരന്തങ്ങളുണ്ടാവും. അച്ഛൻ വന്നപ്പോഴും ഭയങ്കര മഴയായിരുന്നു. വാഹനങ്ങളെല്ലാം തീരെ സ്ലോയിലാണ് അമ്മ പോണത്. റോഡിൽ പലയിടത്തും വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ഓഫീസിൽ എന്ത് പറഞ്ഞിട്ടാണ് നീ ഒഴിവായത്? ആ യാത്ര ക്യാൻസൽ ചെയ്തു. നാളെ സ്ഥിതിഗതികളൊക്കെ നോക്കിയിട്ട് പോകാമെന്ന് വെച്ചു. ഇടുക്കി ബ്യൂറോയിലേക്കും വിളിച്ചു. അവിടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം പോകാതിരുന്നെന്ന് പറഞ്ഞാൽ മതി അച്ഛൻ്റെ അടുത്ത്. ഓ, അച്ഛനൊരു പോയിൻ്റ് കിട്ടിക്കോട്ടെ എന്നാ സന്ദീപ് ചിരിച്ചു. രാശ്രീ മകന് നാരങ്ങാനീര് ചേർത്ത കട്ടൻ ചായ കൊടുത്തു. അവനത് കുടിക്കുന്നതിനിടയിൽ
പിറ്റേന്നത്തെ ന്യൂസ് പേപ്പർ മറിച്ച് നോക്കി. പല സ്ഥലത്തും ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. മണ്ണിടിച്ചിലും മരണവും, മുങ്ങി മരണവും, വീട് തകർന്നു വീഴലും. ഓരോ മഴക്കാലത്തും കുറേ ജീവനങ്ങ് പോവും. അതൊരു വിധിയാണ്, സന്ദീപ് വല്ലായ്മയോടെ പറഞ്ഞു. രാത്രി 1:30 മണിയോടെ രണ്ടുപേരും ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറങ്ങാൻ പോയി. പിറ്റേന്ന് വൈകിയാണ് സന്ദീപ് ഉണർന്നത്. ജനാലവരി മാറ്റി നോക്കിയപ്പോൾ കനത്ത മഴ വിതച്ച ദുരന്തങ്ങളെപ്പറ്റിയുള്ള വാർത്തകളും ചിത്രങ്ങളുമാണ്. ഉരുൾപൊട്ടലുകൾ, മണ്ണിടിച്ചിൽ, മതിലിടിച്ചിൽ, വീട് തകർന്നു വീഴൽ, പുഴ കരകവിഞ്ഞുള്ള നാശനഷ്ടങ്ങൾ. വാർത്തകളിൽ മഴ ദുരന്തങ്ങൾ മാത്രമേ ഉള്ളൂ. മഴയിൽ കുതിർന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടി വിയിൽ മിന്നിമാഞ്ഞു. സ്വാതന്ത്ര്യദിനമായതിനാൽ ഇന്ന് ഓഫീസ് ഒഴിവാണ്. പകൽ മുഴുവൻ ടി വി കണ്ടും ഫോൺ ചെയ്തും വീട്ടിനുള്ളിൽ കഴിഞ്ഞുകൂടി. അടുത്ത ദിവസമായപ്പോഴേക്കും വെള്ളപ്പൊക്ക ദുരിതങ്ങളുടെ വാർത്തകൾ കൂടുതലായി എത്തിത്തുടങ്ങി. ഡാമുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഉരുൾപൊട്ടലുകളിൽ വീടുകളും മനുഷ്യരും അപ്രത്യക്ഷരാകുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ഉയരുന്നു. കേരളം മുഴുവൻ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും താറുമാറായി. വിമാനത്താവളം അടച്ചിട്ടു. 16-ന് രാവിലെ എറണാകുളത്തു നിന്നും വൈഷ്ണവിയുടെ കോൾ വന്നു. സന്തു, അവിടെ എങ്ങനെയുണ്ട്? മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണോ? ഞങ്ങളൊക്കെ ഇവിടുന്ന് മാറേണ്ടി വരുമോ എന്നൊരു സംശയം. ഇവിടെ കുഴപ്പമില്ല ആൻറ്റി. കിച്ചും ഗോപിക എന്ത് ചെയ്യുന്നു? വെറുതെ ഇരിക്കുക, പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. അവിടെ വെള്ളപ്പൊക്ക ഭീഷണിയുണ്ടോ? ഇവിടെ അങ്ങനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവിടെ ഒരു പുഴയുണ്ടല്ലോ, അത് നിറഞ്ഞു കിടക്കുക, ഒഴുക്കൊന്നും കാണാനില്ല. നിങ്ങൾക്കവിടെ പ്രശ്നമൊന്നുമില്ലേ? കുട്ടനാട്ടിലൊക്കെ വെള്ളപ്പൊക്കമാണല്ലോ. ഞങ്ങളൊക്കെ അപ്പർ കുട്ടനാടല്ലേ. കിച്ചുവിനൊന്ന് കൊടുക്കാമോ ഫോണ്? ഇപ്പോൾ കൊടുക്കാം. ഫോണ് കൈമാറിക്കൊണ്ട് കിഷോറിൻ്റെ ശബ്ദം കേട്ടു. അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ ഇടയ്ക്ക് ഗോപികയുടെ ശബ്ദം കലർന്നു. സന്തു കേട്ടാ, ഞങ്ങളിവിടെ ഇന്ന് അല്ലിമയും കാണാറുണ്ട് കേട്ടോ. ആ പേര് കേട്ടതും സന്ദീപിൻ്റെ ഹൃദയത്തിന് താഴെ തണുത്ത കാട്ടുതീയുടെ ആന്തലുണ്ടായി. അതെവിടുന്ന് വന്നുവെന്ന് അവൻ ആശ്ചര്യപ്പെട്ടു. നീ എങ്ങനെ എന്നും കാണുന്നേ? അവർ മോർണിംഗ് വാക്കിന് ഇറങ്ങുമല്ലോ, അല്ലെങ്കിൽ ഈവനിങ് വാക്ക്. എന്നെ കണ്ടാൽ ഒരു സ്മൈൽ ഇങ്ങോട്ട് തരും. മാറി നിൽക്ക്, ഞാൻ ഫോൺ ചെയ്യുന്നതിനിടയ്ക്കാണ് അടിച്ചു കയറുന്നത്. കിഷോർ ഗോപികയെ ശാസിക്കുന്നത് സന്ദീപ് കേട്ടു. ഞാനും മിക്കപ്പോഴും കാണാറുണ്ട്, കിഷോർ പറഞ്ഞു. ഇപ്പോൾ മഴക്കാലമല്ലേ, മോർണിംഗ് വാക്കൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. മഴയില്ലാത്ത ദിവസം കാണാറുണ്ട്. അതുപോട്ടെ, നീ ഇങ്ങ് വരുന്നോ? ഇല്ല, ഞാനിന്നലെ റിംഗ് റോഡിൽ കൂടി പോകുമ്പോൾ അവൾ സിറ്റൗട്ടിൻ്റെ തൂണും ചാരി മഴയത്തൊട്ട് നോക്കി നിൽക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ നിൽപ്പ് കാണാൻ. നീ അങ്ങനെ എൻ്റെ പെണ്ണിനെ നോക്കി രസിക്കണ്ട കേട്ടോ. വേറെ വല്ല കാര്യവും പറ. സന്ദീപിൻ്റെ സ്വരത്തിൽ ഈർഷ്യം കലർന്നു. വേറെന്ത് പറയാനാ? എന്നാൽ ഞാൻ അമ്മയ്ക്ക് ഫോൺ കൊടുക്കാം. സന്ദീപ് ഫോണ് രാശ്രീയെ ഏൽപ്പിച്ചു. താഴ്ന്ന സ്ഥലങ്ങളെല്ലാം വെള്ളത്തിനടിയിൽ. കുട്ടനാട് മുങ്ങിക്കഴിഞ്ഞു. ഹരിപ്പാട് കൈതവനക്കൽ ജയദേവൻ നമ്പ്യാരുടെ പുരയിടത്തിലേക്ക് കയറിയ വെള്ളം താഴ്ന്ന് തൊടിയിലെ മുട്ടിന് താഴെ ഓളമടിച്ചു നിന്നു. പുരയിടം നിറയെ ആടുമാടും ജീവജാലങ്ങളുമാണ്. വെള്ളം കയറിയ മേഖലയിലുള്ളവർ അവരവരുടെ കന്നുകാലികളെ വെള്ളം കയറാത്ത പുരയിടങ്ങളിൽ കൊണ്ടുപോയി അഭയാർത്ഥികളായി പാർപ്പിച്ചിരിക്കുന്നു. ഓവുചാലിലൂടെ ജയദേവൻ നമ്പ്യാരുടെ മുറ്റത്തും വെള്ളം കയറി. കാറുകളും ബൈക്കുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു മുറ്റം. അമിതമായ മഴയും ജലപ്രവാഹവും കാരണം റിസർവെയറുകളുടെ എല്ലാം നിറഞ്ഞതിനാൽ ഡാമുകൾ തുറന്നുവിട്ടിരിക്കുകയാണ്. ആലപ്പുഴയും കോട്ടയവും പത്തനംതിട്ടയും എറണാകുളവും തൃശ്ശൂരും തുടങ്ങി പല ജില്ലകളിലെയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. അഗ്നിശമന സേനയും പോലീസും നേവിയും ആർമിയുമെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. മനക്കൽ കടവിൽ സമീപമുള്ള ഹൗസിംഗ് കോളനിയെയും വെള്ളപ്പൊക്കം ബാധിച്ചിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്നും കടമ്പ്രയാറിലൂടെ വന്ന വെള്ളം ഹൗസിംഗ് കോളനിയിലെ ഭൂരിപക്ഷം വീടുകളിലെയും ജനലുകൾക്കൊപ്പം കയറി നിന്നു. സുധാകരൻ നായരും കുടുംബവും തങ്ങളുടെ സാധന സാമഗ്രികൾ മുകളിലെത്ത നിലയിലേക്ക് കയറ്റിവെച്ച ശേഷം ഇടപ്പള്ളിയിലുള്ള ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റി. സ്കൂളുകളും പള്ളികളും പാരിഷാളുമെല്ലാം അഭയാർത്ഥി ക്യാമ്പുകളായിട്ട് മാറി. ആലുവയിലെ വെള്ളപ്പൊക്കം റിപ്പോർട്ട് ചെയ്യാൻ പോയ സന്ദീപ് സുധാകരൻ നായരുടെ ബന്ധുവീട്ടിലെത്തി. കിഷോറിനെയും വൈഷ്ണവിയെയും ഗോപികയെയും കണ്ടു. സുധാകരൻ നായർ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. കിഷോറും ഗോപികയും സന്ദീപും കൂടി കാറിൽ മനക്കൽ കടവിലെ ഹരിതം പാർക്കിൽ പോയി. വീട്ടിൽ എന്തുമാത്രം വെള്ളം കയറിയിട്ടുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു അത്. ഹൗസിംഗ് കോളനിയിലേക്ക് ഇറങ്ങാൻ പോലും കഴിയുമായിരുന്നില്ല. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ കഴുത്തൊപ്പം വെള്ളം കാണും, ഗോപിക പറഞ്ഞു. സന്ദീപ് അല്ലിമയുടെ വീടിന് നേർക്ക് നോക്കി. അത് പാതയോളം വെള്ളത്തിലമർന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചിൽ ഒരാന്തലുണ്ടായി. അവിടെയുള്ളവർ താമസം മാറ്റിയോ? സന്ദീപ് കിഷോറിനോട് ചോദിച്ചു.
ഞങ്ങളെക്കാളും മുമ്പ് അവർ വീടും പൂട്ടി ഇറങ്ങി. കിഷോർ പറഞ്ഞു. അവരെവിടെ പോയി? റിലീഫ് ക്യാമ്പിലോ? അവരേതോ ബന്ധു വീട്ടിലേക്കാണ് പോയത്. റിലീഫ് ക്യാമ്പിലൊന്നും പോകാൻ സാധ്യതയില്ല, ഗോപിക പറഞ്ഞു. സന്ദീപിൻ്റെ മുഖത്ത് ഒരു വല്ലായ്മ പടർന്നു. അല്പനേരം നോക്കി നിന്നിട്ട് മൂവരും തിരിച്ചു പോന്നു. വിവിധ ദുരിത ക്യാമ്പുകളിൽ സന്ദർശിച്ച് ചിത്രങ്ങളും വീഡിയോകളും പകർത്തി കഷ്ടത അനുഭവിക്കുന്ന അഭയാർത്ഥികളുടെ അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സന്ദീപും സഹപ്രവർത്തകരും. ചില ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സുഭിക്ഷത, ചിലയിടങ്ങളിൽ പട്ടിണിയും രോഗങ്ങളും, വസ്ത്രങ്ങളും സാനിറ്ററി നാപ്കിനുകളും വേണ്ടത്ര ശുചിമുറികളും ഇല്ലാതെ നട്ടം തിരിയുന്ന ക്യാമ്പുകൾ. അങ്ങനെ പോകുന്നതിനിടയിൽ സന്ദീപും സംഘവും പാതാളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലും എത്തിപ്പെട്ടു. സന്ധ്യാസമയത്താണ് സന്ധ്യയും സംഘവും എത്തിയത്. ഉദ്യോഗമണ്ഡൽ MES സ്കൂളിലും ഒരു റിലീഫ് ക്യാമ്പ് ഉണ്ടായിരുന്നു. ആലുവ സമീപ പ്രദേശങ്ങളുമെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. റിലീഫ് ക്യാമ്പിൽ നിന്നും സാധനങ്ങൾ കയറ്റിക്കൊണ്ടുപോകാൻ വന്ന മിനി ലോറിക്കാരും ക്യാമ്പിലുള്ളവരും തമ്മിൽ വലിയ വാക്തർക്കം നടക്കുന്നുണ്ട്. സന്ദീപ് അവിടേക്ക് ചെന്നു. അവിടെ വളണ്ടിയറായി നിൽക്കുന്ന യുവതി മിനി ലോറിയിൽ വന്നവരോട് തട്ടിക്കയറുന്നത് കണ്ടു. അടുത്ത് ചെന്ന് നോക്കിയ സന്ദീപ് അത്ഭുത പരതന്ത്രനായി നിന്നുപോയി. വളണ്ടിയറുടെ വേഷമിട്ട് നിന്ന് മിനി ലോറിക്കോരോട് വഴക്ക് പറയുന്ന അല്ലിമ്മയാണ്. മഴക്കോട്ടും തൊപ്പിയും ധരിച്ചിരുന്നതിനാൽ പെട്ടെന്ന് അവളെ തിരിച്ചറിയുക എളുപ്പമായിരുന്നില്ല. സന്ദീപും മഴക്കോട്ടും തൊപ്പിയും ധരിച്ചിട്ടുണ്ടായിരുന്നു. സന്ദീപിനെ കണ്ടതോടെ അവൾ അയാളുടെ നേർക്ക് തിരിഞ്ഞു. നിങ്ങളും ഇവരുടെ കൂടെ വന്നെണ്ണോ? ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ ആരായാലും ശരി, ഏത് പാർട്ടിക്കാരനായാലും ശരി, ഇവിടെ ആവശ്യത്തിന് സാധനങ്ങൾ തികയുന്നില്ല. ഇപ്പോഴും ക്യാമ്പിലേക്ക് പലയിടത്തു നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നിങ്ങൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകാൻ നോക്കിയാൽ ഇവിടെ ഉള്ളവരൊക്കെ എന്തു ചെയ്യും? ഞാൻ സമ്മതിക്കില്ല. ഞാനിവിടെ നിന്നൊന്നും കടത്തിക്കൊണ്ടുപോകാൻ വന്നതല്ല. റിലീഫ് ക്യാമ്പുകളുടെ സ്ഥിതിഗതികൾ റിപ്പോർട്ട് ചെയ്യാൻ വന്ന ജേർണലിസ്റ്റാണ്. സന്ദീപ് തൻ്റെ തലയിൽ നിന്ന് മഴത്തൊപ്പി എടുത്തു മാറ്റി. ഇപ്പോൾ അന്തം വിട്ടു നിന്നത് അല്ലിമയായിരുന്നു. ആദ്യം ആളാരാണെന്ന് വ്യക്തമായി മനസ്സിലായില്ല. നല്ല പരിചയമുള്ള മുഖം. അടുത്ത നിമിഷം തിരിച്ചറിവിൻ്റെ വിസ്മയം അവളുടെ കണ്ണുകളിൽ നിന്നിറഞ്ഞു. അയ്യോ, ഇതാരാണ്? കുറേ നാൾ മുമ്പ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഹൗസ് വാമിങ്ങിന്. അതെ, അയാൾ തന്നെ അല്ലിമേ. പക്ഷേ കുറച്ച് നാളുകളില്ല, ഏതാണ്ട് ഒരു 6 മാസത്തോളം മുമ്പായിരുന്നു. എൻ്റെ പേരൊക്കെ ഓർത്തിരിപ്പുണ്ടല്ലേ? പിന്നെ ഞാൻ കല്യാണം വരെ ആലോചിച്ചതല്ലേ? സന്ദീപ് തുറന്നങ്ങ് പറഞ്ഞു. അല്ലിമയുടെ മുഖത്ത് ഒരു ചമ്മലുണ്ടായത് സന്ദീപ് കണ്ടു. അല്ലിമ എന്താ ഇവിടെ? NSSൻ്റെ വളണ്ടിയറായിട്ട് വർക്ക് ചെയ്ത. ഒറ്റയ്ക്ക്? ഒരു ടീമുണ്ടായിരുന്നു. പലരും പല വഴിക്ക് പോയി. ഉദ്യോഗമണ്ഡലിൽ MES സ്കൂളിലേക്ക് 2 പേര് പോയിട്ടുണ്ട്. സെൻറ്റ് അലോഷ്യസ് സ്കൂളിലേക്ക് ഒരാൾ, ഇവിടെ ഒരാൾ വേറെ സ്കൂളിൻ്റെ അകത്തുമുണ്ട്. എന്നാലും ഒരു ക്യാമ്പ് കംപ്ലീറ്റ് എങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് പോകും? വലിയ ബുദ്ധിമുട്ടാണ്. സാധനങ്ങളൊന്നും തികയുന്നില്ല. ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നൊക്കെ എവിടെയോ വെച്ച് വഴിതിരിച്ചു വിടുക. ഇപ്പോൾ ഇത് കണ്ടില്ലേ? കടത്തിക്കൊണ്ടുപോകാൻ നോക്കുക. പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ കണ്ടില്ലേ? ചുമട്ടുതൊഴിലാളികളെ പോലെയുള്ളവർ ചിലർ സാധനങ്ങൾ ചുമന്നു കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അവരത് മിനി ലോറിയിലേക്ക് തള്ളാൻ ശ്രമിച്ചപ്പോൾ ക്യാമ്പിലുള്ളവർ തടഞ്ഞു. ഉന്തും തള്ളുമായി. അതുകൊണ്ട് അത് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അല്ലിമ മുന്നിൽ കയറുന്നു. സന്ദീപ് കൂടെ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ അശോകിനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അതിനുശേഷം അല്ലിമയെ സഹായിക്കാനായി മുന്നോട്ട് ചെന്നു. ഒന്നും തള്ളും നടക്കുന്നതിനിടയിൽ അല്ലിമയ്ക്ക് പരിക്കേൽക്കാതെ ഒരു രക്ഷാകവചം പോലെ അവൻ അവൾക്ക് മറ്റുള്ളവർക്കും ഇടയിലായി നിലയുറപ്പിച്ചു. ക്യാമ്പിലുള്ള കൂടുതൽ പേര് രംഗത്ത് വന്നപ്പോൾ മിനി ലോറിയിൽ വന്നവർ കിട്ടിയ ചാക്കുകൾ അതിൽ കയറ്റി സ്ഥലം വിട്ടു. പലയിടത്തുകൊണ്ട് ഇങ്ങനത്തെ തട്ടിപ്പ്, അല്ലിമ അമർഷത്തോടെ പറഞ്ഞു. അവിടെ സന്ദീപിനെയും കൂട്ടിക്കൊണ്ട് ക്യാമ്പിലെ ദുരിതങ്ങൾ കാട്ടിക്കൊടുത്തു. ടോയ്ലറ്റില്ലാത്ത ഏറ്റവും വലിയ അസൗകര്യം, പിന്നെ നാപ്കിൻസ്. എന്തുമാത്രം സ്ത്രീകളും കുട്ടികളും ഉണ്ട്. പ്രായം ചെന്ന നടക്കാൻ പോലും വയ്യാത്ത എത്ര പേരാ. ഇപ്പോഴും ആളുകളെ കൊണ്ടുവരുന്നുണ്ട് സർ. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യണേ, അല്ലിമ പറഞ്ഞുകൊണ്ടേയിരുന്നു. എൻ്റെ അടുത്ത് വന്ന് ഓരോരുത്തർ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് കൈനീട്ടുന്നത്. കൈനിറയെ പൈസ ഉള്ളവരുണ്ട്. അതിനൊന്നും ഒരു വിലയില്ലെന്നേ. ഭക്ഷണം, വസ്ത്രം, മരുന്ന്, പുതപ്പ്, ഇത് കഴിഞ്ഞേ എന്തുള്ളൂ. മനുഷ്യരെ മനുഷ്യരായിട്ട് കാണണമെങ്കിൽ ക്യാമ്പിലൊന്ന് നോക്കണം സർ. എന്നെ സാറെന്ന് വിളിക്കല്ലേ? അങ്ങനെ ആരും വിളിക്കാറില്ലേ? ആര് വേണമെങ്കിലും വിളിച്ചോട്ടെ, അല്ലിമ വിളിക്കരുത്. സന്ദീപ് ഗൗരവത്തിലാണ് പറഞ്ഞത്. അവളവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അതിനേക്കാളൊക്കെ വലിയൊരു അടുപ്പം എനിക്ക് അല്ലിമയോടുണ്ട്. അതിപ്പോൾ നമ്മൾ ഒന്നുകൂടെ കണ്ടുമുട്ടിയിട്ട് തോന്നിയതല്ല, ആദ്യം കണ്ടപ്പോൾ മുതലേ ഉണ്ട്. അത് അംഗീകരിക്കണം എന്നല്ല, എൻ്റെ പേര് വിളിച്ചോളൂ, സാറ് വിളി വേണ്ട. ഓക്കെ. അല്ലിമ മന്ദഹസിച്ച് തലയാട്ടി. ക്യാമ്പിൽ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനിടയിൽ
സെൻറ്റ് അലോഷ്യസ് ക്യാമ്പിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. അല്ലിമ അങ്ങോട്ട് ചെല്ലണം, കുറച്ച് മരുന്നുകൾ എത്തിച്ചു കൊടുക്കണം. സന്ദീപ് തൻ്റെ കാറിൽ കൊണ്ടുപോകാമെന്ന് ഏറ്റു. അല്ലിമയ്ക്ക് അവനോടൊപ്പം യാത്ര ചെയ്യാൻ ഒരു മടിയും ഉണ്ടായില്ല. മനുഷ്യാവസ്ഥയുടെ സങ്കീർണതയെല്ലാം എവിടെയോ പോയി ഒളിച്ചു. ദുരഭിമാനമില്ല, ഗർവില്ല, ഔപചാരികതയില്ല, ഭംഗിവാക്കുകളില്ല, മതമില്ല, ജാതിയില്ല, വർണ്ണമില്ല. ആകെയുള്ളത് വെള്ളം, ആഹാരം, മരുന്ന്, വസ്ത്രം എന്നിവ മാത്രമാണ്. അലോഷ്യസ് സ്കൂളിലെ ക്യാമ്പ് ആഹാര സാധനങ്ങൾ കൊണ്ടും വസ്ത്രങ്ങൾ കൊണ്ടും കുറേ കൂടി സമ്പന്നമായിരുന്നു. അവിടെ നിന്ന് രാത്രി തന്നെ കുറേ സാധനങ്ങൾ കാറിൽ കുത്തി നിറച്ച് ഉദ്യോഗമണ്ഡലെ MES ക്യാമ്പിലേക്ക്. ഇടയ്ക്ക് എവിടെയോ വെച്ച് സന്ദീപ് അശോകനെ ഉപേക്ഷിക്കേണ്ടി വന്നു. അശോകൻ നന്ന ക്ഷീണിതനായിരുന്നു. അയാൾ ജോലി മതിയാക്കി തലചായ്ക്കാൻ ഒരിടം തേടി ഇടപ്പള്ളിയിലുള്ള ഹോട്ടൽ റൂമിലേക്ക് പോയി. രാത്രി 12 മണിയായപ്പോഴേക്കും വിവിധ ക്യാമ്പുകളിലേക്ക് ചിതറിപ്പോയിരുന്ന സംഘങ്ങളിൽ ചിലർ എത്തിച്ചേർന്നു. പുരുഷന്മാർ ക്യാമ്പിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അല്ലിമ തളർന്നു വീഴുന്ന അവസ്ഥയിലെത്തിയിരുന്നു. തലചായ്ക്കാൻ ഒരിടമില്ല. വീട്ടിലേക്ക് തിരികെ പോകാൻ മാർഗമില്ല. സന്ദീപ് കൊണ്ടുവിടാമെന്ന് പറഞ്ഞെങ്കിലും അല്ലിമയോടൊപ്പം പെൺകുട്ടി തനിച്ചായി പോകുന്നതിനാൽ അവൾ ആ സഹായ വാഗ്ദാനം നിരസിച്ചു. ഒരു കാര്യം ചെയ്യ്, സന്ദീപ് നിർദ്ദേശിച്ചു. എൻ്റെ കാറിൽ കിടന്നുറങ്ങിക്കോ. സന്ദീപിന് പോകണ്ടേ? അല്ലിമ ചോദിച്ചു. ഞാൻ ഇനി അങ്ങോട്ട് പോകണില്ല. ഒരാൾക്ക് ബാക്ക് സീറ്റിൽ കിടന്നുറങ്ങാം, അടുത്തയാൾക്ക് ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് സീറ്റിൻ്റെ പുഷ് ബാക്കായി അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ബുദ്ധിമുട്ടല്ലേ സന്ദീപ്? അല്ലിമ ചോദിച്ചു. ബുദ്ധിമുട്ടാണ്, പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് തലചായ്ക്കണം. അല്ലിമയുടെ മുഖം കണ്ടാലറിയാം എവിടെയെങ്കിലും വീണു പോകും. സന്ദീപ് എന്ത് ചെയ്യും? എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് എൻ്റെ മൊബൈലിൽ, അത് നടക്കും. വാ, കാറിലോട്ട് കയറിയിരിക്കും. സന്ദീപ് അല്ലിമയെയും വർഷയും തൻ്റെ കാറിൽ കൊണ്ടുപോയി ഇരുത്തി. അവർക്ക് കിടക്കാൻ പാകത്തിൽ സീറ്റുകൾ ക്രമീകരിച്ചു. അല്ലിമ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നത് അവൻ കേട്ടു. അമ്മ എന്താ ഉറങ്ങാത്തെ? അച്ഛനെ ഉറങ്ങിയില്ലേ? ഞാനിന്ന് വരില്ലെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ഞാനൊരു കാറിനുള്ളിലാണ്. മിസ്റ്റർ സന്ദീപിൻ്റെ, നമ്മുടെ നെയ്ബർ സുധാകർ അങ്കിളിൻ്റെ റിലേറ്റീവ്. സന്ദീപിനെ അമ്മ ഓർക്കുന്നില്ല ആ മാരേജ് പ്രപ്പോസൽ? ആ സന്ദീപ് ഇവിടെ ഉണ്ട്. എനിക്കും വർഷയ്ക്കും കാറ് വിട്ടു തന്നിരിക്കുകയാണ് കിടക്കാൻ. ഒന്നും ഭയപ്പെടാനില്ലമ്മേ. ഇതിനേക്കാൾ വലിയൊരു സെക്യൂരിറ്റി വേറെ എന്താ? സന്ദീപ് കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ ഡോർ അടച്ചു. അതിനുശേഷം സ്കൂളിൻ്റെ അങ്കണത്തിലൂടെ വെറുതെ നടന്നു. കുറച്ചകലെ ഒരു നാടിൻ്റെ പാന്തപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. കാക്കി നിറമുള്ള ജലനിരപ്പിന് മീതെ പൊന്തി നിൽക്കുന്ന വൃക്ഷത്തലപ്പുകൾ, വീടുകളുടെ മേൽക്കൂരകൾ, ഇടയ്ക്കിടെ മഴ വാരി വിതറുന്ന ഒരാകാശം, ഒരു കെട്ടിടത്തിൻ്റെ മേൽക്കൂരയ്ക്ക് താഴെ നിസ്സഹരായ ഒരു ജനക്കൂട്ടം. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ ഒരേ ആവശ്യങ്ങളുമായി തലചായ്ച്ച് കിടക്കുന്നു. ഹരിപ്പാട്ട വീട്ടിൽ സുഖമായി കിടന്നുറങ്ങേണ്ട ഞാൻ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു സ്കൂൾ മുറ്റത്തുകൂടി മഴ നനഞ്ഞ നായയെപ്പോലെ ഒന്നും ചെയ്യാനില്ലാതെ നടക്കുന്നു. താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും തന്നെ തിരസ്കരിക്കുകയും ചെയ്ത സുന്ദരിയായ യുവതി തൻ്റെ കാറിനുള്ളിൽ കിടന്നു മയങ്ങുന്നു. എന്തെല്ലാം വിചിത്രമായ സംഭവങ്ങളിൽ കൂടിയാണ് ജീവിതം കടന്നു പോകുന്നതെന്ന് അവൻ അത്ഭുതപ്പെട്ടു. തൻ്റെ കാറിന് നേർക്ക് നോക്കുമ്പോഴെല്ലാം അഭിമാനം കൊണ്ട് അവൻ്റെ മനസ്സ് നിറഞ്ഞു. അവൾ, അല്ലിമ ഇന്ന് രാത്രി തൻ്റെ ഹൃദയത്തിനുള്ളിലാണ് കിടന്നുറങ്ങുന്നതെന്ന് സങ്കല്പിച്ച് അവൻ താനെ പുഞ്ചിരി തൂക്കി. അധ്യായം 5. അല്ലിമ കണ്ണു തുറന്നത് വെപ്രാളത്തിലായിരുന്നു. വെള്ളത്തിനടിയിലാണ്. ശ്വാസം കിട്ടുന്നില്ല. നീന്തൽ പഠിച്ചിട്ടുള്ളതിനാൽ കൈകാലുകൾ പിടിച്ച് തുഴയുന്നുണ്ട്. എത്ര ആഞ്ഞു തുഴന്നിട്ടും ജലപ്പരപ്പിന് മുകളിൽ എത്തുന്നില്ല. മരണം നിശ്ചയം. കണ്ണ് തുറന്നു നോക്കുമ്പോൾ മരണപരാക്രമം നടത്തിയ ശരീരം അതിൻ്റെ എല്ലാ ഊർജവും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അനങ്ങാൻ വയ്യ. ശക്തമായ കിതപ്പ്. കൈകാലുകൾ കുഴഞ്ഞു പോകുന്ന പോലെ. പതിവെ സ്ഥലകാല ബോധം വന്നു. കാറിനുള്ളിലാണ്. പുഷ് ബാക്ക് ചെയ്ത സീറ്റിൽ വിൻഡോ സൈഡിലേക്ക് ചെരിഞ്ഞാണ് കിടപ്പ്. അല്ലിമ തലയുയർത്തി നോക്കി. ബാക്ക് സീറ്റിൽ വർഷ നല്ല ഉറക്കം. വിൻഷീറ്റിൽ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. സന്ദീപ് എവിടെയെന്ന് അവൾ നോക്കി. കാണാനില്ല. ഡാഷ്ബോർഡിന് മീതെ നിന്ന് മൊബൈലെടുത്ത് സമയം നോക്കി. 4 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. അല്ലിമ ശബ്ദം കേൾക്കാതിരിക്കാൻ എത്ര ശ്രമിച്ചിട്ടും ഡോർ തുറന്നപ്പോൾ ക്ലിക്ക് സൗണ്ട് ഉണ്ടായി. കാറിനുള്ളിൽ ഓവർ ഹെഡ് ലാമ്പ് തെളിഞ്ഞു. വർഷ ഒന്ന് കണ്ണു ചിമ്മി നോക്കി. ഹിപ്നോട്ടിക് സജഷൻ നൽകുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന മട്ടിൽ ആംഗ്യം കാട്ടി. വർഷ കണ്ണടച്ചു. അല്ലിമയ്ക്ക് ചിരി വന്നു. ഹിപ്നോട്ടിസം പഠിച്ചില്ലെങ്കിലും
പാതി ഉണർന്ന ഒരാളെ വീണ്ടും ഉറക്കത്തിലേക്ക് തിരിച്ചയക്കാൻ തനിക്ക് കഴിഞ്ഞു എന്നവൾ ചിന്തിച്ചു. കുട്ടികളെ അങ്ങനെ ഉറക്കിക്കിടത്തിയിട്ടുണ്ട്. നേരിയ പൊടിമഴയേറ്റ് സ്കൂൾ മുറ്റത്തു കൂടി നടന്നപ്പോൾ ദേഹം ആകെ കുളിരുകോരി. ആകാശത്തിന് ഇത്തിരി തെളിച്ചുകൊണ്ടെന്ന് തോന്നി. വൈദ്യുതിയില്ല. നാടിൻ്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായതോടെ വൈദ്യുതി വിതരണം എല്ലായിടത്തും താറുമാറായിരുന്നു. ചില ക്യാമ്പുകളിൽ ജനറേറ്റർ വെച്ചാണ് വെളിച്ചം നൽകിയിരുന്നതെന്ന് അലിമ ഓർത്തി. മൊബൈലിലെ ടോർച്ച് തെളിച്ച് അവൾ സമീപ സ്ഥലങ്ങളിലേക്ക് നോക്കി. ക്യാമ്പിൽ ഒരു ജനറേറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ ക്യാമ്പിൽ അഭയം തേടിയവർക്ക് അത്യാവശ്യത്തിന് വെളിച്ചം കിട്ടുന്നുണ്ടായിരുന്നു. സ്കൂൾ വരാന്തയുടെ നേർക്ക് മൊബൈൽ ടോർച്ച് തെളിച്ച് നടക്കുമ്പോൾ അലിമ ഓർക്കാപ്പുറത്ത് സന്ദീപിനെ കണ്ട് ആശ്ചര്യസ്തംഭനായി നിന്നു. സ്കൂളിലേക്ക് കയറുന്ന പടികളുടെ ഒരു വശത്ത് ചതുരത്തോണ് ചാരിയിരുന്ന് ഉറക്കാണ് സന്ദീപ്. ഇരിക്കുകയല്ല കിടക്കുകയല്ലാത്തൊരവസ്ഥ. കൈമുട്ടുകൾ രണ്ടും പിന്നോട്ട് ഊന്നിയിട്ടുണ്ട്. താടി നെഞ്ചിൽ വന്ന് മുട്ടി നിൽക്കത്തക്ക വിധം കഴുത്ത് വളഞ്ഞിരിക്കുന്നു. കാലിന്മേ കാൽ കയറ്റി വെച്ച് രാജകീയമായിട്ടുള്ള ഇരിപ്പ്. വിളിച്ചുണർത്തമോ വേണ്ടയോ എന്ന് അല്ലിമ രണ്ടുവട്ടം ആലോചിച്ചു. ഒടുവിൽ സന്ദീപിനെ ഉറക്കത്തിന് തന്നെ വിട്ടുകൊടുത്ത് അവൾ പിന്മാറി. വിശാലമായ പുൽമൈതാനമാണ് സ്കൂൾ മുറ്റം. പലയിടത്തും മഴവെള്ളം കെട്ടിക്കിടക്കുന്നു. അലിമ തിരിച്ച് കാറിനുള്ളിൽ പോയിരുന്നു. വർഷപ്പോഴും ഉറക്കായിരുന്നു. സന്ദീപിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ അല്ലിമയ്ക്ക് വിഷമം തോന്നി. വാസ്തവത്തിൽ ഇന്നലെ തന്നെ വീഡിയോയും ഫോട്ടോ എടുത്ത് തിരിച്ചു പോകേണ്ട ആളാണ്. തന്നെ അപ്രതീക്ഷിതമായി ഇവിടെ കണ്ടതുകൊണ്ട് മാത്രമാണ് റൂമിലേക്ക് മടങ്ങാതെ കാറുമായി ഇവിടെ കാത്തു കിടക്കുന്നതെന്ന് അവൾ ഓർമ്മിച്ചു. 5 മണിയുടെ സൈറൻ കേട്ടപ്പോൾ അല്ലിമ തൻ്റെ മൊബൈലെടുത്ത് അതിൽ സമയം ഒത്തു നോക്കി. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നു കിടക്കുന്ന മഴക്കെടുതികളുടെ വീഡിയോകൾ എടുത്തു നോക്കി തുടങ്ങി. വിവിധ സ്ഥലങ്ങളിലുണ്ടായ വെള്ളപ്പൊക്ക ദുരിതങ്ങളുടെ ഫോട്ടോയും വീഡിയോ ക്ലിപ്പിങ്ങും, വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ദൃശ്യങ്ങൾ, ഉരുൾപൊട്ടലുകളുടെയും മലവെള്ളപ്പാച്ചിലിൻ്റെയും പുഴ കരകവിഞ്ഞൊഴുകുന്നതിൻ്റെയും ദൃശ്യങ്ങൾ, ഡാമുകൾ നിറഞ്ഞൊഴുകുന്നതിൻ്റെയും ഷട്ടർ തുറന്നുവിടുന്നതുമായ ദൃശ്യങ്ങൾ, വീടുകൾ ഒലിച്ചു പോകുന്നതിൻ്റെയും കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നതിൻ്റെയും വീഡിയോകൾ, പ്രളയബാധിത പ്രദേശങ്ങളിൽ പട്ടാളം രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെയും ഹെലികോപ്റ്ററിൽ ദുരിതബാധിതരെ രക്ഷപ്പെടുത്തുന്നതും ഭക്ഷണം വിതരണം നടത്തുന്നതുമായ വീഡിയോകൾ, മധ്യ തിരുവിതാംകൂറിൽ വ്യാപകമായി പ്രളയജലം കയറിയതിൻ്റെ ദൃശ്യങ്ങൾ, ഇങ്ങനെ പ്രളയ ദുരിതങ്ങളുടെ അനവധി കാഴ്ചപ്പകർപ്പുകൾ ഫോണിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു. കാണും തോറും ഈ ദുരിതത്തിന് ഒരവസാനമില്ലെന്ന് അവൾക്ക് തോന്നിപ്പോയി. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ചാർജ് തീർന്ന് ഫോൺ പ്രവർത്തനരഹിതമായി. അലിമ കാറിൽ നിന്നിറങ്ങി സന്ദീപ് ചാരിക്കിടക്കുന്നിടത്തേക്ക് ചെന്നു. ഉദയത്തിൻ്റെ നാന്ദി കുറിക്കുന്ന പുലരിത്തുടിപ്പ് കിഴക്കേ ചക്രവാളത്തിൽ കാണാമായിരുന്നു. നാട്ടുവെളിച്ചം പോലെ ഒരിത്തിരി വെട്ടം ഭൂമിയിലേക്ക് വീണിട്ടുണ്ട്. ആളുകളെ അവ്യക്തമായിട്ട് കാണാം. അഭയാർത്ഥികൾ ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. സംഭാഷണ ശബ്ദങ്ങൾ, ചുമ, കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, ഇവയൊക്കെ കൂടിക്കലർന്നു വരുന്നു. രാവിലെ ക്യാമ്പിനുള്ളിലേക്ക് കയറി ചെല്ലാൻ അല്ലിമയ്ക്ക് ഭയം തോന്നി. അഭയാർത്ഥികളായി വന്നുകൂടിയിരിക്കുന്ന 100 കണക്കിന് പേരുടെ ആവശ്യങ്ങളും ആവലാതികളും അനവധിയാണ്. കുട്ടികൾക്ക് പാല്, ആഹാരം മാറാനുള്ള വസ്ത്രങ്ങൾ, ശുചിമുറികൾ. ഇന്നലെ പുലർച്ചയ്ക്ക് അവൾ അതെല്ലാം നേരിട്ട് കണ്ടതാണ്. സന്ദീപ് തൂണും ചാരി അതേ മട്ടിൽ ഇരുന്നുറങ്ങുന്നു. അല്ലിമ അവനെ പതിയെ വിളിച്ചു നോക്കി. സന്ദീപ്, പ്രായക്കൂടുതൽ തീർച്ചയായും ഉണ്ട്. ബഹുമാനത്തിൻ്റെ സൂചകപദം ചേർത്ത് വിളിക്കേണ്ടതാണ്. സന്ദീപേട്ട എന്ന് വിളിക്കാം. പക്ഷേ അത് അരോചകമായി അവൾക്ക് തോന്നി. സന്ദീപേട്ട എന്ന് വിളിച്ചാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും നാവിൽ വന്നില്ല. എന്തോ ഒരതിർത്തി നാവിൻ തുമ്പത്ത്. സാറെന്ന് തന്നെ വിളിക്കാം. അല്ലിമ അങ്ങനെ വിളിച്ചു. അനക്കമില്ല. പറിച്ചു നടാനുള്ള ഞാറ് പോലെ ഇടതിങ്ങിയ മുടിയിൽ തൊട്ട് വിളിക്കാനുള്ള ഒരു ഉൾപ്രേരണ അവൾക്കുണ്ടായി. അതൊരു ദുസ്വാതന്ത്ര്യമായി കണക്കാക്കുമോ? അല്ലിമാവിൻ്റെ ശിരസിന് താഴെ പതിയെ സ്പർശിച്ചു. മുടിയിൽ കൈത്തലം തൊട്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു മൃദുലത. മുടിയുടെ സമൃദ്ധി കാരണം കൈ തലയോട്ടിയിലേക്ക് എത്തുന്നില്ല. സർ, അല്ലിമ വിരലുകൾ കൊണ്ട് തലയിൽ തൊണ്ടി വിളിച്ചു. പെട്ടെന്ന് സന്ദീപ് കണ്ണു തുറന്നു. മുന്നിലൊരു സ്ത്രീരൂപം നിൽക്കുന്നതായി തോന്നി. ചെരുപ്പും കണ്ണങ്കാലുകളും ചുരിദാർ ടോപ്പിൻ്റെ അടിഭാഗവും മാത്രമാണ് ആദ്യം കണ്ടുള്ളൂ. തല കുമ്പിട്ട് ഉറങ്ങുകയായിരുന്നതിനാൽ പെട്ടെന്ന് നിവരാൻ കഴിഞ്ഞില്ല. പിൻകഴുത്തിൽ ഒരു ടക്ക് വീണിട്ടുണ്ടെന്ന് തോന്നി. പതിയെ സന്ദീപ് മുഖമുയർത്തി. അല്ലിമയാണ് നിൽക്കുന്നതെന്ന് അവന് മനസ്സിലായി. നേരം പുലർന്നിട്ടില്ലാത്തതിനാൽ വേണ്ടത്ര വിളിച്ചില്ല. അവൻ്റെ കാല് മരവിച്ചിരുന്നു. എഴുന്നേറ്റപ്പോൾ ഒരു കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല. വീഴേണ്ടതായിരുന്നു.
പെട്ടെന്ന് തൂണിൽ കൈകുത്തി താഴേക്കിരുന്നു. അലിമയ്ക്ക് കാര്യം മനസ്സിലായി. അവൾ പടിയിലേക്ക് മുട്ടുകുത്തി. ആ കാലിങ്ങോട്ട് നീട്ടിവെക്ക്. വേണ്ട, സാരല്ല, മാറിക്കോളൂ, ഇപ്പം ശരിയാക്കാന്നേ. സന്ദീപ് മടിച്ച് കാല് നീട്ടിക്കൊടുത്തു. അലിമ അവൻ്റെ പാദത്തിൽ തെരുപ്പിടിപ്പിച്ചു. വിരലുകൾ കൊണ്ട് തിരമ്മി അവൻ്റെ കാൽ വിരലുകളെ ചൂട് പിടിപ്പിച്ചു. അസഹ്യമായ തരിപ്പിൽ സന്ദീപ് ഇരുന്ന് പൊളഞ്ഞു. ബ്ലഡ് സർക്കുലേഷനൊക്കെ നിന്നുപോയി, അതുകൊണ്ടാ, അലിമ പുഞ്ചിരിയോട് പറഞ്ഞു. ഒറ്റ ഇരിപ്പല്ലായിരുന്നോ? ഞാൻ 1 മണിക്കൂർ മുമ്പ് വന്ന് നോക്കിയപ്പോഴും ഇതേ ഇരിപ്പ് തന്നെ. കാലൊക്കെ ഒന്ന് ഇളക്കി വെക്കണ്ടേ? ഞാൻ ഉറങ്ങിപ്പോയില്ലേ? സന്ദീപ് ചെറുചിരിയോടെ പറഞ്ഞു. പ്രിയരെ, നമ്മുടെ നോവൽ തുടരുകയാണ് കേട്ടോ. പ്രണയങ്ങൾ കൊണ്ടൊരു മഹാ അത്ഭുതങ്ങൾ തന്നെ ഈ നോവലിൽ പലയിടങ്ങളിലായിട്ട് തീർത്തിട്ടുണ്ട്. ഇനിയും കാത്തിരിക്കുക തന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട്. വീണ്ടും നാളെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാടാണ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.